ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹ വന്ദനം. മനുഷ്യൻ ആരും നിന്നെ കണ്ടില്ലെങ്കിലും നിൻ്റെ ഉയർച്ചയ്ക്കുള്ള വഴി ദൈവം കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ ജനൻ ചെങ്കടലിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ രക്ഷ വീഴുവാൻ ഒരു വഴിയുണ്ടായിരുന്നു? ഇല്ല, ഒന്നുപോലുമില്ലായിരുന്നു അവർക്ക് രക്ഷ നേടുവാൻ. അതുകൊണ്ടാണ് ആ ജനം മുഴുവനും മോശയ്ക്ക് നേരെ തിരിയുവാനിടയായി തീർന്നത്. എന്നാൽ മോശ എന്താണ് ചെയ്തത്? തന്നോട് പുറപ്പെടുവാൻ പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കർത്താവ് മോശയോട് പറയുകയാണ്, നീ മുൻപോട്ട് പോകുക, നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവുമായി നീ മുൻപോട്ട് നടന്നു പോകുക എന്ന് മോശയോട് ദൈവം പറയുകയാണ്. ഇന്ന് നിങ്ങളോടും എനിക്ക് പറയുവാനുള്ളത്, പ്രിയമുള്ളവരെ, പ്രതിസന്ധി കണ്ട്, ചെങ്കടൽ കണ്ട്, പ്രതികൂലങ്ങൾ കണ്ട് പിന്തിരിഞ്ഞ് നടക്കുവാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് പിന്തിരിഞ്ഞ് നടക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്നും പിറകിലേക്ക് സഞ്ചരിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ മുൻപോട്ട് കടന്നു പോകുവാൻ ആഹ്വാനം ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഈ ചെങ്കടലിൻ്റെ നടുവിലും നിനക്ക് വേണ്ടി വഴിയൊരുക്കി തരുന്ന സർവശക്തനായ ദൈവം നിൻ്റെ മുമ്പിലുണ്ട്. അവൻ നിന്നോട് പറയുകയാണ്, കുഞ്ഞേ, നീ മുൻപോട്ട് യാത്ര തിരികെ. നീ പിറകോട്ട് കാല് വെൽക്കാതിരിക്കേണ്ടതിനാണ് ഞാൻ നിനക്ക് വേണ്ടി ആ ക്രൂശിൽ യാഗമായി തീർന്നത്, നിനക്ക് വേണ്ടി വഴി തുറന്നു തന്നത്, നിനക്ക് വേണ്ടി ആരും അടയ്ക്കുവാൻ കഴിയാതെ തക്കവണ്ണം വാതിൽ തുറന്നു തരുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവമാണ് ഞാൻ. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നിൻ്റെ മുമ്പിലെ ചെങ്കടലിനെ പിളർന്ന് തരുവാൻ തക്കവണ്ണം, നിൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധിയെ നീക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവമാണ് ഞാൻ. ആയതുകൊണ്ട് എൻ്റെ പിന്നാലെ, ആ കർത്താവിൻ്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങളിൽ ആ സ്വർഗീയ പിതാവിലേക്ക് മുഖം തിരിച്ചുകൊണ്ട്, അപ്പാ, നീ എനിക്ക് വേണ്ടി വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നാം തയ്യാറായാൽ നിശ്ചയമായും ആ കർത്താവ് നമുക്ക് വേണ്ടി അവൻ്റെ വഴികളെ തുറന്നു തന്ന് നമ്മളെ സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവായ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.